വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ ഇന്ന് ജേണി വിത്ത് റനായയുടെ ടീച്ചിങ് ടിപ്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ യൂഷ്വലി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു വലിയ താങ്ക് യു. അതേപോലെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് എന്നെയും എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ട് കാണും. ഹൗ ടു സർവൈവ് അവർ ഫിയർ ഫോർ എ ഡെമോ ക്ലാസ്. പലർക്കും എനിക്ക് വന്ന ഒരു പേഴ്സണൽ മെസ്സേജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പിന്നെ എന്നോട് ടിപ്സായിട്ടുമൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഡെമോ ക്ലാസ്സിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ടെൻഷനാണ്. പലരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയക്കുന്നത് തന്നെ ഈ ഒരു ഡെമോ ക്ലാസ് എടുക്കണമല്ലോ, ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ പറയാൻ പറ്റുമോ, ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഇതേപോലെ ഡെമോ ക്ലാസ്സും അതേപോലെ ഇതൊന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തു അത് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. എന്നാൽ കഴിയും വിധമുള്ള ഒരു സപ്പോർട്ട്, അതേപോലെ ഞാൻ എങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഓവർകം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തിരുന്നു എന്നുള്ള ടിപ്സൊക്കെയാണ് ഈ വീഡിയോസിലൂടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. ഓക്കെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിതൊരു പവർ പോയിന്റ് പോലെ ടിപ്സ് ആണല്ലോ, ഓരോ പോയിന്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്ത് പറയാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, അപ്പം നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടു, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിയർ ഫ്രീ ആയിട്ടുള്ള ഡെമോ ക്ലാസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്, ഞാനും ഒരു ഡെമോ ക്ലാസ് പ്രിപ്പയർ ചെയ്ത സമയത്ത് എനിക്കും അതേപോലെ ഭയങ്കര കോൺഫിഡൻസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ള, ഞാനും ഒരു ആവറേജ് പേഴ്സൺ ആണ്. അപ്പോൾ ഒരു ആവറേജ് പേഴ്സണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ ലൈക്ക് എ പ്രോ എന്നാണ്. നമ്മളാരും ആക്ച്വലി പ്രോ ഒന്നും അല്ല. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അത്ര ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ആളൊന്നും അല്ല. പക്ഷേ നമ്മളാൽ കഴിയും വിധം എക്സ്ട്രാ ഓർഡിനറി ആവാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കുക. എസ്പെഷ്യലി അറ്റ് ദ ടൈം ഓഫ് അവർ ഡെമോ ക്ലാസ്. വൺസ് നമ്മളിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നാലേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പിന്നെ ആസ് യൂഷ്വൽ ഡേ പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഒരു ഡെമോയ്ക്ക് പോകുന്ന സമയത്തുള്ള കാര്യമാണ്, നമ്മൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത് ഒരു ഡെമോ സെഷൻ്റെ സമയത്താണ്. കാരണം അവിടെയാണ് ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, ജോലി കിട്ടാം കിട്ടാതെ ഇരിക്കാം, ആ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ. അപ്പോൾ പ്രിപ്പയർ ലൈക്ക് എ പ്രോ. നമ്മൾ മാക്സിമം ഒരു ടോപ്പിക്കിനെ എത്രമാത്രം ഭംഗിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ 5 to 6 സ്ലൈഡ്സേ കാണത്തോളായിരിക്കാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ദ വേ വി പ്രസൻറ്റ്, ദ വേ വി പ്രിപ്പറേഷൻ നന്നാവുമ്പോഴേക്കും നമുക്ക് ആ കോൺഫിഡൻസ് താനേ വന്നോളും. ഓക്കെ. അതെൻ്റെ സ്വന്തം അനുഭവമാണ്. നമ്മൾ തന്നെ ഒരു PPT പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉള്ളതും മറ്റൊരാളുടെ നിന്ന് കോപ്പി അടിച്ച് നമ്മൾ ചെയ്യുമ്പോഴുമുള്ള ഡിഫറൻസ് എൻറ്റയർലി ഡിഫറൻറ്റ് തന്നെയാണത്. ഓക്കെ. നമ്മൾ ചെയ്ത ഒരു സംഗതി നമുക്കറിയാം, അടുത്ത സ്ലൈഡ് എന്താണെന്ന് നമുക്ക് തന്നെ കാണാപ്പാടമായിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ആയിരിക്കുക. പ്രിപ്പയർ ലൈക്ക് എ പ്രോ. ചിലപ്പോൾ 5 to 6 സ്ലൈഡ്സേ കാണത്തുള്ളൂ, ബട്ട് ഡു യുവർ ബെസ്റ്റ് ഫോർ ദാറ്റ് ഡെമോ സെഷൻ. ഓക്കെ. അപ്പോൾ പ്രിപ്പറേഷനിൽ നിന്നാണ് ആദ്യത്തെ സംഭവം തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അപ്പോൾ സെക്കൻഡ് ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രാക്ടീസ് അറ്റ് ഹോം ബിഫോർ യു പെർഫോം. ഇത് ഒരു നിസ്സാരപ്പെട്ട പോയിന്റ് അല്ല, ഇത് ഞാൻ പായിട്ട് തെളിഞ്ഞ സംഭവം തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഡെമോ സെഷന് വിളിക്കുന്നതിന് മുന്നിട്ട്, അതായത് നമുക്ക് ഓൾറെഡി അറിയാം ടുമോറോ ഈസ് അവർ ഡെമോ സെഷൻ ആൻഡ് സോ ഇപ്പോൾ നമ്മൾ PPT ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു 2-3 വട്ടം നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനായിട്ടും ആക്ട് ചെയ്യുന്നതായിട്ടും ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ കാരണം എനിക്ക് അത്ര ഭയങ്കര ഓൺ ദ സ്പോട്ടിൽ ടോപ്പിക്ക് കിട്ടി ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞാനൊരു ആവറേജ് പേഴ്സൺ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ ഒന്ന് ബെറ്റർ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ചില ടീച്ചേഴ്സൊക്കെ കാണുമായിരിക്കും ഓൺ ദ സ്പോട്ടിൽ ദേ ആർ ഏബിൾ ടു ഡു എ ഡെമോ ക്ലാസ്, ഓൺ ദ സ്പോട്ടിൽ ദേ ആർ ഏബിൾ ടു സ്പീക്ക് എനിത്തിങ്. അപ്പം ഞാൻ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്, ഡെമോസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ടോപ്പിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തു, ഞാൻ തന്നെ ഒരു PPT അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അത് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിരുന്നാൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അങ്ങ്
ഇത് എത്രമാത്രം എനിക്ക് തറവാക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഞാനങ്ങ് തറവാക്കി. എനിക്ക് തന്നെ ലാസ്റ്റ് അറിയാം, അടുത്ത സ്ലൈഡ് കാണുന്നതിന് മുന്നേ എനിക്കറിയാം എന്താണ് അടുത്ത PPTയുടെ അടുത്ത സ്ലൈഡ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഡെമോ എടുക്കുന്ന സമയത്ത് അന്ന് ഞാൻ എടുത്ത സമയത്ത് എന്താണ് ഇനി അടുത്ത പേപ്പർ, അന്ന് സ്ലൈഡല്ല പേപ്പറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അടുത്ത ടീച്ചിങ് എയ്ഡ് എന്താണ്, അടുത്ത പേപ്പർ എന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിയായിരുന്നു. അപ്പം നമുക്കറിയാലോ നമ്മുടെ ലിമിറ്റേഷൻസ്. സോ അപ്പം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കുമ്പം കുറച്ചൊക്കെ നമ്മൾ തന്നെ കയ്യിലിട്ടൊക്കെ അഭിനയിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നങ്ങ് കാണിക്കുക. ഞാൻ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. കണ്ണാടിയുടെ മുന്നിൽ നിന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കതുകൊണ്ട് ടെൻഷൻ അധികം ഫീൽ ചെയ്യത്തില്ല. നമ്മളൊരു ഡെമോ എടുക്കുന്ന സമയത്ത് നമുക്കപ്പോൾ ടെൻഷൻ ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മളിൽ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ അതങ്ങ് മനപ്പാടം പോലെ കിടക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി തരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡെമോ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു PPT ഇങ്ങനെ നോക്കി എന്താണെന്ന് മനസ്സിലാക്കി പോകുന്നതിന് പകരം ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്നൊക്കെ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഒരു 2-3 വട്ടമൊക്കെ നിന്നൊന്ന് അഭിനയിച്ച്, വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹീൽസ് ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നോക്കി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെൻ്റെ ഓൺ എക്സ്പീരിയൻസ് തന്നെയാണ്. So now we can move to our next slide. Manifest a positive outcome. ഇതത്ര ഒരു നിസ്സാരപ്പെട്ട ഒരു പോയിന്റ് അല്ല കേട്ടോ. ഞാനന്ന് എൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസം, അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം, ഐ ഓൾറെഡി നോ ദാറ്റ് ടുമോറോ ഈസ് മൈ ഡെമോ സെഷൻ ആൻഡ് ടുമോറോ ഈസ് മൈ ഇൻ്റർവ്യൂ ടു. അപ്പം ഞാൻ ഇതേപോലെ കണ്ണാടിയുടെ മുന്നിൽ നിന്നൊക്കെ കുറച്ച് അഭിനയിച്ചൊക്കെ കാണിച്ച്, അതായത് അന്ന് പവർ പോയിൻ്റ് ഒന്നും ഇല്ല. ഞാൻ ഇതിന് മുന്നേ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് ഹാവ് എനി പവർ പോയിന്റ് അറ്റ് ദാറ്റ് ടൈം. ഐ ഹാവ് ഓൺലി ജസ്റ്റ് ടീച്ചിങ് എയ്ഡ്സ്. അപ്പോൾ ഈ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ വെച്ച് എത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യാമോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അന്ന് കണ്ണാടിയുടെ മുന്നിൽ വെച്ച് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, മുടി കുറച്ച് ഇങ്ങോട്ടായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്താണോ ഇഷ്ടം അതേപോലെയൊക്കെ ഞാൻ അന്ന് പെർഫോം ചെയ്ത് പോയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചപ്പോഴാണ് ഞാൻ ആ പോയിന്റ്സ് എല്ലാം എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയത്. പിന്നെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ ആക്ച്വലി ഞാൻ ഇങ്ങനൊന്ന് ഡ്രീം ചെയ്തു. സത്യമായിട്ടും ഞാൻ ഡ്രീം ചെയ്തു, നാളെ ഞാൻ നന്നായിട്ട് ഈ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുന്നു, പ്രത്യേകിച്ച് ഈ ഡെമോ ക്ലാസ് നന്നായിട്ട് ഞാൻ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച് ഞാനങ്ങ് കിടന്ന് ഉറങ്ങിയതെന്ന്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ അത് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കി, ഇങ്ങനെയൊക്കെ വന്നു എന്നുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് കിടന്ന് ഉറങ്ങിയത് കേട്ടോ. പക്ഷേ ഞാൻ ഡെമോ നന്നായിട്ട് എടുത്തു. ഇൻ്റർവ്യൂവിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു, എനിക്കങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ഡെമോ സെഷൻ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നു. അതുമാത്രമല്ല എനിക്ക് ആ ഇൻ്റർവ്യൂ തന്നെയാണ് ഞാൻ ക്ലിയർ ചെയ്തത്. ഓക്കെ, അപ്പം മാനിഫെസ്റ്റേഷൻ അതിനൊരു പവർ ഉണ്ട്. നമ്മുടെ മെൻറ്റാലിറ്റി തന്നെയാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. വാട്ട് വി ആർ തിങ്കിങ് ദാറ്റ് വി ആർ അട്രാക്റ്റിംഗ് എന്നാണല്ലോ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ പറയുന്നത്. അപ്പം നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്നിരുന്നാലും കിട്ടത്തില്ല. പക്ഷേ കിട്ടും. ഞാനിത് എൻ്റെ ഫുൾ എഫേർട്ട് എടുത്ത് ഞാൻ പെർഫോം ചെയ്യും. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എന്തോ ആവട്ടെ, പക്ഷെ ഞാനിത് നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് വരും കേട്ടോ. അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ആവറേജ് പേഴ്സൺ ആണ്. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻറ്റോ അങ്ങനെ ഒന്നും ഉള്ള ഒരാൾ അന്നും അല്ല ഇന്നും അല്ല. അപ്പം ഞാൻ ഇതേപോലെ ഡെമോ സെഷനൊക്കെ പോകുന്നതിന് മുന്നേ നന്നായിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് ഇരിക്കുമോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കുമല്ലോ. പിന്നെ അപ്പോൾ നന്നായിട്ടൊക്കെ പറഞ്ഞ് നോക്കി. എന്നിട്ട് ഇതേപോലെ രാത്രി കിടക്കാൻ നേരം നാളെ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നു. ചെറിയ ടെൻഷൻ ഉള്ളിലുണ്ട്, എന്നിരുന്നാലും നാളെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിയത്. അത് തന്നെയാണ് പക്ഷേ പിന്നെ എൻ്റെ റിയാലിറ്റിയിൽ വന്നതും ഈ ഡെമോ സെഷൻ്റെ കാര്യത്തിൽ. ഡെമോയ്ക്ക് ഞാൻ നന്നായിട്ടൊന്ന് പെർഫോം ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇച്ചിരി കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവർക്കൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് അടുത്ത ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ, ഫോക്കസ് ഓൺ സ്റ്റുഡൻസ്, നോട്ട് ദ ജഡ്ജസ് ഓർ ദ ഒബ്സർവേഴ്സ്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ ഒരു ഒബ്സർവേഷനാണ് വന്നിരിക്കുന്നത്, നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിനാണ് വന്ന് നിൽക്കുന്നത്. അയ്യോ, നമ്മളെ ഇവരിപ്പോൾ അസസ് ചെയ്ത് നമ്മളെ പോസ്റ്റ്മോർട്ടം നടത്തി കീറി മുറിക്കാൻ പോവുകയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ പണി പാടും
കിളി പോവും നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജഡ്ജസിനെ നമ്മളെ നോക്കേ വേണ്ട, ഈ ഒബ്സർവേഴ്സിനെ ഒന്നും നമ്മൾ നോക്കിയേ വേണ്ട. നമ്മൾ ജസ്റ്റ് നമ്മൾ ആ കണ്ണാടിയുടെ മുന്നിൽ എന്താണോ തലേ ദിവസം കാണിച്ചത് അതേപോലെ നിന്ന് വളരെ ആക്റ്റീവായിട്ട് കുട്ടികളോട് സംസാരിക്കുക, കുറച്ചങ്ങ് അഭിനയിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഡെമോ സെഷന് നമ്മൾ ഉള്ള സ്ട്രെങ്ത് എല്ലാം എടുത്ത് വളരെ പോസിറ്റീവായിട്ടും എല്ലാ രീതിയിലും നമ്മൾ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുക, ആ ഒരു രീതിയിലൊക്കെ നിന്ന് അങ്ങ് കാണിച്ചേക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, തലേന്ന് ഞാൻ ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കാണിച്ചതൊക്കെ ആക്ച്വലി ഞാൻ ഡെമോ എടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ അങ്ങ് വന്നു കേട്ടോ. കാരണം 2-3-4 പ്രാവശ്യം ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുമായിരുന്നല്ലോ. ആ അഭിനയം എനിക്ക് ആക്ച്വലി ഞാൻ ഡെമോ എടുത്ത സമയത്ത് എനിക്കതങ്ങ് വന്നു. കുട്ടികളോട് ഞാൻ ഇവരെ നോക്കിയതേയില്ല, ഈ ഒബ്സർവേഴ്സിനെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചതേയില്ല. അവർ ക്ലാസ്സിൻ്റെ ബാക്കിലായിട്ടായിരുന്നു ഇരുന്നത്. അപ്പം ഞാനത് ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ കുട്ടികളോട് സംസാരിക്കുന്നു, പോകുന്നു, ഞാനും അവരും മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഞാൻ പെർഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പിന്നെ പറയാനുള്ള ഒരു ടിപ്പ്. അതാണ്, അതായത് ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ കുറച്ച് മൈൻഡ് കുറച്ച് ഇങ്ങനെ പേടിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അയ്യോ ഞാൻ ഡെമോ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, എൻ്റെ ലാംഗ്വേജ് പ്രോബ്ലം എങ്ങനെയായിരിക്കും, പിന്നെ പറയുന്ന സമയത്ത് നമുക്കിനി എന്ത് തെറ്റോ വന്നോട്ടെ, ചിലപ്പോൾ നമ്മൾ പറയുന്നത് പൊട്ട തെറ്റൊക്കെ വന്നു പോയിരിക്കാം, എന്നിരുന്നാൽ പോലും നമ്മൾ കോൺഫിഡൻസ് വിട്ടുകൊടുക്കരുത്. നമുക്ക് ഒരു സിനിമയിൽ നമ്മുടെ ഇന്നസെൻ്റ് ഫിലിം ആക്ടർ ഇന്നസെൻ്റ് നിൽക്കുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഞാനിവിടെ എവിടെയെങ്കിലും ഞാനത് കാണിക്കാം കേട്ടോ. നമ്മുടെ ഉള്ളിൽ ഈ ഭാവമായിരിക്കാം, പക്ഷെ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ ഈ ഭാവമായിരിക്കണം വരേണ്ടത് കേട്ടോ. 2 ഭാവങ്ങളും ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കാണിക്കാം. ഉള്ളിലുള്ള ഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ ഭയം ഉണ്ടായിരിക്കും നമുക്ക്, പക്ഷെ പുറമേ നിന്ന് കാണുന്നവർക്ക് തോന്നണം യാതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തങ്ങ് നിന്നോണം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ, ഇത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോയിൻ്റാണ് അറൈവ് ഏർലി. നമ്മൾ എവിടെയാണോ നമ്മൾ അന്നൊരു ഡെമോ സെഷന് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്, നമ്മൾ കുറച്ച് നേരത്തെ അങ്ങ് പോവുക. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് പറയാമെന്നുണ്ടെങ്കിൽ, ഞാനന്ന് ഇൻ്റർവ്യൂവിന് പോകാൻ നേരം സത്യം ഞാനും വോച്ചറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം വോച്ചർ മാത്രമേ ഉള്ളൂ. ഞാനാണെന്ന് അവിടെ ആദ്യം എത്തിയ ആൾ. ടീച്ചേഴ്സോ കുട്ടികളോ ആരും വന്നില്ല. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ആ ഒരു സ്ഥലം എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോൾ നമ്മളും ആ പ്ലേസുമായിട്ടൊന്ന് ജെല്ലാവും. ഓക്കെ, നമ്മൾ ഈ ഓടിപ്പടച്ച് പെട്ടെന്ന് കയറി വരുമ്പോൾ നമുക്കൊന്നാമത് അറിയില്ല ഇവിടെ എങ്ങനെയാണ് എന്താണ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ. അപ്പോൾ അത് തന്നെ നമുക്ക് പെട്ടെന്ന് ടെൻഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയി അവിടെ അങ്ങ് നിൽക്കുക. നേരത്തെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, അറ്റ്മോസ്ഫിയർ എന്താണ്, എങ്ങനെയാണ്, ആ ഒരു പ്ലേസുമായിട്ട് നമ്മളൊന്ന് ജെല്ലാവും. അത് വെറുതെ പറയുന്നതല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടത് കേട്ടോ. നമ്മൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയിരിക്കും. അപ്പോൾ നമുക്ക് ഓക്കെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ്. പിന്നെ കയറാൻ നേരം നമ്മൾ എനിക്കിത് കിട്ടിയേ പറ്റും എന്ന് വിചാരിക്കുന്നതിന് പകരം എന്തും വരട്ടെ, എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും എന്നുള്ള ആ ഒരു പോയിന്റിൽ അങ്ങ് കയറുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒരു ടിപ്സ്, പേഴ്സണലായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പിന്നെ എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതായത് കുറച്ച് മെൻ്റലി കുറച്ച് ഇങ്ങനെ അയ്യോ ഡെമോ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, ഞാൻ പ്രസൻറ്റ് ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ശരിയാവും കേട്ടോ, ശരിയാവത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ആരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല കേട്ടോ. മിസ്റ്റേക്സ് പറ്റാത്തവരും ആരുമില്ല. നമുക്കൊക്കെ നമ്മളെല്ലാം മിസ്റ്റേക്സിൽ നിന്നല്ലേ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്താൽ ശരിയാവുമോ, ചിലപ്പോൾ 1-2 അബദ്ധങ്ങളൊക്കെ പറ്റും, പക്ഷേ അതിൽ നിന്ന് എപ്പോഴും നമുക്ക് അങ്ങനെ ആയിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു പോസിറ്റീവായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കതൊക്കെ ഒരു സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ കണ്ണാടിയുടെ മുന്നേ നിന്ന് തലേന്നൊക്കെ പറഞ്ഞു നോക്കിയതൊക്കെ എന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇനിയും മറ്റ് ടോപ്പിക്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.